ടൈം ടേബിൾ വെക്കേണ്ട ധൃതിയിലാണ് കേട്ടോ അമ്പാടിപ്പൊന്ന്. സ്കൂൾ തുറക്കുന്ന ദിവസത്തെ വീഡിയോ കേട്ടോ ഇത്. സ്കൂൾ അടച്ചതിന് ശേഷം വേണ്ട ഇപ്പോഴായിരിക്കും അവൻ ആ പുസ്തകത്തിൽ ഒന്ന് തൊടുന്നത് കേട്ടോ. ഞാൻ അതിനത് കളിയാക്കിയതിനുള്ള ചിരിയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇതിപ്പോ സ്കൂൾ തുറക്കുന്ന മടി കാരണം കേട്ടോ ഈ ഇറങ്ങാൻ നേരത്തെ ഒരു ടൈം ടേബിൾ വെപ്പ്. അല്ലാത്തപ്പോ എല്ലാം രാത്രിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാ കേട്ടോ. ഇതൊരു 2-3 ദിവസം കാണും ഈ ഒരു മൂഡൌട്ട്. അന്ന് പിന്നെ രാജേഷേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. രാജേഷേട്ടന് കുറച്ച് താമസിച്ച് കമ്പനി കയറിയാൽ മതിയായിരുന്നേ. അപ്പൊ പിന്നെ ആ ജോലി എനിക്ക് കുറഞ്ഞു കിട്ടി കേട്ടോ. ഞാനായിരുന്നല്ലോ കൊണ്ടുവിടാറുള്ളത്. അങ്ങനെ പിന്നെ അവര് പോയി കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ കയറിയപ്പോ എന്താണ്ട് തണുപ്പ് മാറാനായിട്ട് അമ്മ ചൂരക്കുട്ടനെ എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നേ. കടയുടെ അടുത്ത് വരുന്ന ഒരു മാമനോട് വാങ്ങിച്ചതാ കേട്ടോ. രാത്രി കൊണ്ടുവന്ന് വെച്ചതായിരുന്നേ. ഫ്രിഡ്ജിനകത്ത് ഇരിക്കാത്തത് കൊണ്ട് അതിന്റെ വാല് കണ്ടിച്ചിട്ടാ കേട്ടോ അമ്മ വെച്ചത്. ഞാൻ പിന്നെ അല്ലാതെ വീഡിയോ എടുത്തിട്ട് ഒരു ഷുമാറില്ലാത്തതിന് പിന്നെ ഞാൻ എന്റെ ആ വാലൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി ഒരു കൊച്ചു വീഡിയോ കൂടെ എടുത്തതാണ്. എനിക്കാണെങ്കിൽ 3-4 ദിവസം കടയുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് കടയിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും വേണ്ട കഴുകി വാരിയിട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും വേണ്ട അവർ കുറച്ച് ഭാഗം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊള്ളാം. എന്റെ കറി ഇളക്കിയേക്കരുത്, അത് ഉലുമ്പാക്കരുതെന്നായിരുന്നു അമ്മയുടെ ഓർഡർ കേട്ടോ. അതുകൊണ്ട് ഇളക്കാതെ ഞാൻ ദാണ്ട് ആ സൈഡിൽ നിന്ന് കോരി കാണിക്കുവാണ്. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഇതേ കപ്പ വേവിച്ചതുള്ളത് കൊണ്ട് എന്റെ ഉച്ചഭക്ഷണം ഇതും തന്നെയാണ്, കപ്പ വേവിച്ചതും നമ്മുടെ ചൂരക്കറി. അപ്പൊ ഹാപ്പി ലഞ്ച് ഗൈസ്.